വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെയുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ ഇന്നത്തെ മെയിനായിട്ട്. അതിൽ ലാഗില്ലാതെ നമുക്ക് മെയിനായിട്ട് പോവാം. സംഭവം എന്നോട് കുറേ പേര് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല എനിക്ക് അത്രയും വ്യൂസ് കയറുമെന്ന്. അതുകൊണ്ട് തന്നെ അത്രയും കുറേ കമൻറ്റ്സ് അതിൽ വന്നു. അപ്പോൾ എനിക്ക് ആൻസർ ചെയ്യണം എന്നൊരു ആഗ്രഹം. അതാണ് ഇവിടുത്തെ മെയിൻ പർപ്പസ്. അറൗണ്ട് ഒരു 1 ഇയറിൽ കൂടുതലായിരിക്കാം ആ വീഡിയോ അപ്ലോഡായിട്ട്. കറൻ്റ് ഇപ്പോഴും അതിൽ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്ലിയർ ചെയ്ത് വിടാം, ആൾക്കാരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിന് ആ സമയത്ത് എനിക്ക് അറൗണ്ട് ഒരു 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് അതേ എല്ലാ ആൾക്കാർക്കും എത്തിക്കുക എന്നുള്ള രീതിക്കൊന്നുമല്ല ഞാൻ ചെയ്തത്. എനിക്ക് ആ സമയത്ത് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിരുന്നു ലിപ്സ്. അപ്പോൾ അത് ഉപയോഗിച്ചു, ആ ലിപ് ബാം ഉപയോഗിച്ച് വർക്കിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരിക്കലും ആൾക്കാരെ പറ്റിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഞാനത് ചെയ്തത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത്രയാണ് മെയിൻ സംഭവം. നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോ ചോദ്യം എന്ന് വെച്ചാൽ ജനറ്റിക്കലി ആയിട്ടുള്ള, അതായത് ജനിച്ചപ്പോൾ തൊട്ടുള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും അത് തേച്ചുകൊണ്ടൊന്നും മാറാൻ പോണില്ല കേട്ടോ. അതൊരു സാധാരണ ലിപ് ബാമാണ്. മെയിനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് രക്തക്കുറവൊക്കെ വരുമ്പോഴും അത് നമ്മുടെ ലിപ്പിൽ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് അയണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലിപ്പൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവണതും ചോര വറ്റി പോലെ ഇരിക്കണതൊക്കെ കാണാറില്ലേ. അപ്പോൾ അത് ഉള്ളിലത്തെ പ്രശ്നമാണ്. അതൊന്നും പുറത്ത് അപ്പോൾ അത് ഉള്ളിലത്തെ പ്രശ്നമല്ലേ. അപ്പോൾ ഉള്ളിലേക്കാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതർവൈസ് ഇപ്പോൾ പിഗ്മെൻറ്റേഷനായി കുറേ ചാത്തനായിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത്, അതുകൊണ്ടാണ് എനിക്ക് വന്നത്. ചാത്തനായിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ്ലി അത് തന്നെ യൂസ് ചെയ്തു, കെയറൊന്നും കൊടുക്കാതെ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം അത് ചെറുതായിട്ട് കുറക്കുള്ളൂ. അതൊരിക്കലും ഒരു മാജിക്കൽ ട്യൂബല്ല. അത് തേച്ചാലൊന്നും അങ്ങനെ ജനറ്റിക്കലി ഉള്ള പിഗ്മെൻറ്റേഷൻസ് ഒന്നും മാറില്ല കേട്ടോ. പിന്നുള്ള ചോദ്യമുണ്ട്, നൈറ്റ് ഓർ ഡേ, എപ്പോഴാടാ ചേച്ചി ഇത് യൂസ് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും ഇല്ലടാ. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്തോ. വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇനി ചുണ്ട് വരണ്ട് പോകുന്നുണ്ടോ, യൂസ് ചെയ്തോ. ഇപ്പം എനിക്ക് പുരട്ടാൻ തോന്നുന്നുണ്ടോ, യൂസ് ചെയ്തോ. അങ്ങനെ ഡേ ഓർ നൈറ്റ് ഒന്നുമില്ല. പിന്നെ ഡേ സമയം അതിൽ കൂടുതൽ SPF 50 അടങ്ങിയിരിക്കുന്നൊരു ലിപ് ബാമാണ്. അപ്പോൾ അത് പുറത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ പോലെയാണ്. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ കളികളല്ലേടാ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ചില ആൾക്കാർക്ക് വർക്കാവും, ചില ആൾക്കാർക്ക് വർക്കാവില്ല. അത് നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. പിന്നെയുള്ള ചോദ്യമാണ് ടിൻറ്റഡ് ആയിട്ട് വാങ്ങണോ അല്ലെങ്കിൽ ടിൻറ്റഡ് അല്ലാത്ത വാങ്ങണോ എന്ന്. ഞാൻ ടിൻറ്റഡ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. അതായത് അതിന് റോസ് കളറാണ് കണ്ടോ, റോസ് കളറാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും അതേ റോസ് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും. എനിക്ക് ലിപ്സ്റ്റിക്ക് ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണം, ഒന്ന് ഉപയോഗിക്കാതെ ഇരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതെടുത്തത്. ടിൻറ്റഡ് വാങ്ങണോ അൺടിൻറ്റഡ് ആയിട്ട് വാങ്ങണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗേൾസാണ്, നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുണ്ടിങ്ങനെ ബ്രൗൺ ആയിട്ടിരിക്കാതെ ജസ്റ്റ് ഒരു ഗ്ലോ ആയിട്ട് തോന്നണമെന്നെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളത് മീൻസ് ഈ ടിൻറ്റഡ് ആയിട്ടുള്ളത് വാങ്ങാം. അല്ലാത്ത ഇപ്പോൾ ബോയ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ചുമന്നിരിക്കണ്ട, ചുമപ്പൊന്നും വരില്ല കേട്ടോ. ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ ചുമന്നൊന്നും വന്ന ടൈപ്പിൽ ഒരു ചെറിയൊരു ലിപ്പിൽ ഒരു ഷെയ്ഡ് കാണിക്കും, അത്രയും ഇതുള്ളൂ. അപ്പോൾ അങ്ങനെ വേണ്ടെന്നുള്ള ആൾക്കാർക്ക് മഞ്ഞ കളറിൽ ഇതേ ട്യൂബിൻ്റെ സൈസിൽ മഞ്ഞ കളർ ഗ്രേഡിലൊരെണ്ണം കാണിക്കും, അത് വാങ്ങാം. എവിടെയാണ് വാങ്ങാൻ കിട്ടുകയെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പിലൊന്നും ഞാനത് കണ്ടിട്ടില്ല പൊതുവെ. മെയിനായിട്ട് ഞാനത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പർപ്പിൾ അടിച്ച് നോക്ക്, ചിലപ്പോൾ കിട്ടും, അതിലും കിട്ടും. അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് ഉണ്ടാവും, അതിൽ നിന്നും കിട്ടും. ഇതിൻ്റെ റേറ്റും ചോദിച്ചിട്ടുണ്ടായി. റേറ്റ് അറൗണ്ട് ഒരു 300ൻ്റെ ഉള്ളിൽ നിൽക്കൂടാ. വലിയ പ്രൈസ് എന്ന് വെച്ചാൽ അതും ഒരു പ്രൈസാണ്. അറൗണ്ട് 300, അതാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് റേറ്റ് വരുന്നത്. 245 റുപ്പീസ് അത്രയൊക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് വർക്ക് ചെയ്യൂലേ എന്നുള്ളൊരു മെയിനായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചാലേ, എടാ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ കറക്റ്റല്ല. ഞാനിപ്പോൾ ഡെയിലി പുകവലിക്കും, ഡെയിലി എന്താ പറയുക, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ നാച്ചുറലായിട്ടുള്ളൊരു കെയർ പോലും എൻ്റെ ലിപ്പിന് കൊടുക്കില്ലായിരിക്കും. പിന്നെ എന്താ ഇടയ്ക്കിടയ്ക്കൊരു സംഭവമുള്ള ചില ആൾക്കാർക്ക് ഇങ്ങനെ ചുണ്ടിങ്ങനെ നനക്കുക, അങ്ങനെ ചെയ്യുമ്പോഴും പിഗ്മെൻ്റ് ആവാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കും വർക്കാവില്ല.
പിന്നെ ചിലപ്പോൾ എൻ്റെ ലിപ്പിന് വർക്കായി എന്ന് പറഞ്ഞ് അത് മോൻ ഉപയോഗിക്കുമ്പോൾ വർക്കാവണമെന്നുണ്ടാവില്ല. ഓരോരുത്തർക്കും ഡിപ്പെൻസ്. അപ്പോൾ ഞാൻ പറ്റിക്കണതല്ലടാ, അതെനിക്ക് വർക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത്. ഓക്കെ, ചിലപ്പോൾ നിനക്ക് വർക്കാവും, ചിലപ്പോൾ നിനക്ക് വർക്കാവില്ല. ചിലർക്കൊക്കെ ശരിയാവും, ചിലർക്കൊക്കെ ശരിയാവില്ല.